നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടാക്കി കാണിച്ചിട്ടെ അതേ നോട്ട് പാഡ് നമുക്ക് ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് ഇങ്ങനൊരു കാർഡ്ബോർഡ് ഷീറ്റ് വേണം. അത് ഞാനിങ്ങനെ ആക്കി എടുത്തു, A4 ഒട്ടിച്ചിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ 4 സൈഡിലും ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുത്തു. അതുപോലെ എനിക്ക് അതിലൊട്ടിക്കാൻ ഇത്രയും ഷീറ്റ്സ് വേണം. ഇതിനും ഞാൻ ഇതേപോലെ സൈഡിൽ ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ എടുക്കാം. എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്തെന്ന് മാത്രം. ഞാൻ ആക്ച്വലി ഒരു ക്ലൗഡ് തീമാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലൂ എൻ്റെ അടുത്ത് ഫാബ്രിക് കളർ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ബ്ലാക്ക് കരിമേഘ ആയിക്കോട്ടെ എന്ന്. എന്നിട്ട് അതിൽ മേഘം വരച്ചു കൊടുക്കുന്നുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പുള്ളതാണെന്ന് വിചാരിച്ചോടൂ. എന്നിട്ട് ഇത് ഫുള്ള് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിൽ വെക്കാനുള്ള ഷീറ്റ് ഒന്നും കൂടെ ഭംഗിയാക്കി എടുക്കാം. ഞാൻ ഉദ്ദേശിച്ചൊരു ലൈനാണ്. ആയോ ആവോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഗം ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെന്താ, നോട്ട് പാഡ് എഴുതി കൊടുക്കണം. അത് തന്നെ. അല്ല, ഞാൻ എന്തിനാ ഇവിടെ നോട്ട് പാഡ് എഴുതുന്നേ? ഇതിപ്പം ഞാനെടുത്ത് പറിച്ച് ചീന്തത്തില്ലേ? ആ, എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ അല്ലെങ്കിൽ മറന്നതൊക്കെ എഴുതി വെക്കുക. ഇപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നില്ലേ? ആ, ഞാൻ ഓർമ്മിപ്പിച്ച് നന്നായി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഒട്ടിച്ച് വെക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം.